Hello everyone, welcome to Masterminds online classes. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഫിസ്ക്കൽ മെഷേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. കൂടാതെ പ്രൈസ് കൺട്രോൾ മെഷേഴ്സും റേഷനിങ്ങും എന്താണെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് കാറ്റഗറി ഓഫ് മെഷേഴ്സ് ആണ്. അതായത് ഫിസ്ക്കൽ മെഷേഴ്സ് ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനുള്ളത് അല്ലേ. അതുപോലെ തന്നെ മോണിറ്ററി മെഷേഴ്സ് ആരുടെയാണ്? നമ്മുടെ RBIയുടെ അല്ലേ, സെൻട്രൽ ബാങ്കിൻ്റെ മെഷേഴ്സാണ് മോണിറ്ററി. പിന്നെ പ്രൈസ് കൺട്രോൾ, പ്രൈസിനെ നിയന്ത്രിച്ചുകൊണ്ട്, അതുപോലെ റേഷനിങ്, ആവശ്യ സാധനങ്ങളൊക്കെ ന്യായമായ വിലയ്ക്ക് നൽകിക്കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ഈ മെഷേഴ്സ് അല്ലാതെ, ഈ 3 മെഷേഴ്സും അല്ലാതെ വേറെ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതർ മെഷേഴ്സ്. വാട്ട് ആർ ദി അതർ മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ? The other types of measures are those which aim at increasing aggregate supply and reducing aggregate demand directly. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സപ്ലൈ അല്ലേ, ലഭ്യത കുറവായി ആവുകയും അതുപോലെ തന്നെ ആളുകൾക്ക് ഈ സാധനങ്ങളുടെയും സേവനങ്ങളോടൊക്കെയുള്ള ഡിമാൻഡ്, ആവശ്യം കൂടുകയും ചെയ്യുമ്പോഴാണ് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഡിമാൻഡ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ സപ്ലൈ, സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ സപ്ലൈ എങ്ങനെ കൂട്ടാം, ആളുകളുടെ ആവശ്യം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള മെഷേഴ്സാണ് നമ്മൾ ഈ അതർ മെഷേഴ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, മെഷേഴ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. അതായത് സിംപ്ലി ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആളുകളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്, എന്നാൽ അവർക്ക് ഈ പണത്തിനനുസരിച്ച്, അവരുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ചുള്ള സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ ഒരു കോൾബോണിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു അല്ലേ, ടു മച്ച് മണി ചേസസ് ടു ഫ്യൂ ഗുഡ്സ് അല്ലേ. വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ, എന്നാൽ ടു മച്ച് മണി, ഒരുപാട് പണം ആൾക്കാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടിയാൽ മതി അല്ലേ. സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം കൂട്ടിയാൽ എന്തുണ്ടാവും? നമ്മുടെ എക്കോണമിയിൽ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ പണം, അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും അല്ലേ. അപ്പോൾ ഇൻഫ്ലേഷന് എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ട് അവിടെ. അപ്പോൾ എങ്ങനെ പ്രൊഡക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാം, ഉൽപ്പാദനം വർദ്ധിപ്പിക്കാം? The following measures should be taken to boost output. ഔട്ട്പുട്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനുള്ള മെഷേഴ്സാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, increasing production of necessities such as food, clothing, kerosene, sugar, vegetable oil and other consumer items is one of the most important ways to reduce inflation. ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്? ആവശ്യ സാധനങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക. ആളുകൾക്ക് എല്ലാവർക്കും കൂടുതൽ ആവശ്യമുണ്ട്, കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള, ആളുകളുടെ കയ്യിൽ പണം കൂടുതൽ വരുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യാൻ സാധ്യതയുള്ള എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഏതൊക്കെയാണ് ആവശ്യ സാധനങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഫുഡ്, ഭക്ഷ്യവസ്തുക്കൾ, ക്ലോത്തിങ്, വസ്ത്രം, കെറോസിൻ. പണ്ടത്തെ ഒരു ആവശ്യമായിരുന്നു അല്ലേ മണ്ണെണ്ണ. പണ്ട് കെറോസിൻ ലാമ്പുകളും അതുപോലെ മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്യാസ് സ്റ്റൗകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ കെറോസിൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾ ഓയിൽസ്, പലതരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസ് ഉണ്ടായിരിക്കും. അതുപോലെ ബാക്കിയുള്ള നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഐറ്റംസിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫ്ലേഷനെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ, ഒരു പരിധിവരെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു. Preferential imports of raw materials for such items may be made to boost production of critical commodities required. ഇനിയിപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള ആവശ്യ സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫുഡ്, ഭക്ഷണത്തിനും വസ്ത്രത്തിനൊക്കെയുള്ള അത്ര നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സാധനം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറെ രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം അല്ലേ, ഇറക്കുമതി ചെയ്യാം. അപ്പോൾ ആവശ്യ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് ഷുഡ് ഓൾസോ ബി പെർസ്യൂഡ്. ആളുകളുടെ ഉൽപ്പാദനക്ഷമത അല്ലേ, സാധനങ്ങളുടെ സേവനങ്ങളൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കണം അല്ലേ. തൊഴിലാളികളൊക്കെ കൂടുതൽ സ്കിൽഡ് ആവുക, അവർക്ക് കൂടുതൽ സ്കില്ലുണ്ടാവുക. അപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആളുകളുടെ പ്രൊഡക്ടിവിറ്റി, തൊഴിലാളികളുടെയും
ഫാക്ടറി ഇൻപുട്ടുകളുടെയൊക്കെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചതുകൊണ്ട്, ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. To achieve this, agreements with trade unions that obligate to refrain from strike action for a period of time. ഇങ്ങനെ ആളുകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും അല്ലേ? തൊഴിലാളി യൂണിയനുകൾ ഉണ്ടായിരിക്കും. എല്ലാ ഫാക്ടറിയിലും എല്ലാ മേഖലകളിലും തൊഴിലാളി സംഘടനകളും യൂണിയനും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തൊഴിലാളി യൂണിയനുകളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരോട് പറയാം, നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഈ സ്ട്രൈക്ക് ഉണ്ടാവല്ലോ, ഇവർ പണിമുടക്കൊക്കെ നടത്തും അല്ലേ? പണിമുടക്ക് അതുപോലെ സമരങ്ങളൊക്കെ നടത്തും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇൻഫ്ലേഷൻ്റെ സമയത്ത് കുറച്ച് നിയന്ത്രിച്ചുകൊണ്ട് അവരോട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കുന്നു. For a period of time should be made to maintain industrial peace. ഇങ്ങനെ അവർ കുറച്ച് കാലത്തേക്ക് ഈ പണിമുടക്ക് സമരം അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഉൽപ്പാദനം നടക്കുന്നുണ്ടെങ്കിൽ അതെന്തിന് കാരണമാകുന്നു? ഇൻഡസ്ട്രിയൽ പീസ്, അതായത് വ്യാവസായിക പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കാനും ഒരു സമാധാനം ഉണ്ടാവാനും ഒക്കെ അത് കാരണമാകുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്ത്. കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് എന്താണ്, ഒരു ആവശ്യ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് ലഭ്യമാകുന്നു. അപ്പോൾ ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം വന്നാലും എല്ലാവർക്കും വാങ്ങാനുള്ള സാധനങ്ങൾ നമ്മുടെ എക്കോണമിയിൽ ലഭ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും അല്ലേ? നമ്മൾ നേരത്തെ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു പ്രിഫറൻഷ്യൽ ഇമ്പോർട്ട്സ് അല്ലേ? റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തു, നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ലാത്ത അസംസ്കൃത വസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മുടെ എക്കോണമിയിൽ കൂടുതൽ ലഭ്യമായിക്കൊണ്ട് നമുക്ക് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. Diverse industries producing consumer goods should receive all assistance possible. അതായത് കൺസ്യൂമർ ഗുഡ്സിലെ, കൺസ്യൂമർ ഗുഡ്സ് പറഞ്ഞാൽ നമ്മുടെ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ഫുഡ്, ക്ലോത്തിങ്, അങ്ങനത്തെ നിത്യജീവിതത്തിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC, അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ സേവനങ്ങൾക്ക് ഉൽപ്പാദനം എന്ത് ചെയ്യുക? കൂട്ടുക. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുക. ഇൻക്ലൂഡിങ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി, അതായത് ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ സാങ്കേതിക വിദ്യ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ചില അസംസ്കൃത വസ്തുക്കൾ നമുക്ക് പുറം രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ഫിനാൻഷ്യൽ എയ്ഡ്, ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും? സാധനങ്ങൾക്കും സേവനങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാമ്പത്തിക സഹായമായിരിക്കും വേണ്ടത്, ഫിനാൻഷ്യൽ എയ്ഡ് ആയിരിക്കും വേണ്ടത്. അല്ലെങ്കിൽ സബ്സിഡി പ്രഖ്യാപിക്കേണ്ടി വരും. ആളുകൾക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് സബ്സിഡി പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ സാധനങ്ങളും സേവനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു അല്ലേ? കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നു. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ ലഭ്യമാകുന്നു. അപ്പോൾ ഇൻഫ്ലേഷനെ നമുക്ക് ഓവർകം ചെയ്യാൻ, മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ബി, റാഷണൽ വേജ് പോളിസി. മറ്റൊരു പോളിസിയാണ് റാഷണൽ വേജ് പോളിസി. എന്താണ് റേഷണൽ വേജ് പോളിസി എന്ന് പറഞ്ഞാൽ? Implementation of sensible wages and income policy is another crucial step to control inflation. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് എന്ത്? നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള വേജ്, ന്യായമായിട്ടുള്ള കൂലി, വേജ് തൊഴിലാളികൾക്ക് നൽകുക എന്നുള്ളത്. A wage price spiral situation in the economy is due to hyperinflation. നമ്മൾ പറഞ്ഞു ഹൈപ്പർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അത്രയും ഉയർന്ന തരത്തിലുള്ള ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളെ രാജ്യത്ത് കോസ്റ്റ് കൂടുമ്പോഴാണ്. സാധനങ്ങളുടെ സേവനങ്ങളൊക്കെ കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുമ്പോൾ, ചിലവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ എന്ത് ചെയ്യും? ഈ ചിലവ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ കൂലി വേണം എന്ന് ആവശ്യപ്പെടും. അപ്പോൾ തൊഴിലാളികൾ കൂടുതൽ കൂലി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസേഴ്സ് ഇവർക്ക് കൂടുതൽ കൂലി കൊടുക്കും. പക്ഷേ അതെന്ത് ചെയ്യും? ഈ കൂലി കൊടുക്കുന്നത് ഇവർ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ വില ഉയർത്തും അല്ലേ? ഇവർക്ക് ലാഭം കിട്ടണം. പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് കൂടുതലായിട്ട് കൂലി കൊടുക്കുമ്പോൾ ഇവരുടെ ലാഭം കുറയാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ലാഭം കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു? ആളുകളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പ്രൈസ് ഈടാക്കുന്നു അല്ലേ? കൂടുതൽ വില, സാധനങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് കൂടുതൽ വില ഈടാക്കിക്കൊണ്ട് അവരുടെ ലാഭം നിലനിർത്തും. അപ്പോൾ ഇത്തരത്തിൽ വേജ് കൂടുമ്പോൾ പ്രൈസ് കൂടും അല്ലേ?
ആളുകൾക്ക് തൊഴിലാളികൾക്ക് കൂടുതൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ലാഭം നിലനിർത്താൻ വേണ്ടി പ്രൈസും കൂട്ടും. അപ്പോൾ വേജ് കൂടുമ്പോൾ അതിനനുസരിച്ച് പ്രൈസ് ഇങ്ങനെ കൂടി വരും. ഇതൊരു സ്പൈറൽ പോലെയാണല്ലേ, ഒന്ന് കൂടുമ്പോൾ അടുത്ത് കൂടുക, അങ്ങനെ കൂടി വന്ന് ഹൈപ്പർ ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Government should put a freeze on all wages, incomes, profits, dividends, bonuses to manage this. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഈ അനിയന്ത്രിതമായിട്ടുള്ള വേജ്, കൂലി, അതുപോലെ ബോണസ്, അതുപോലെ ഇൻകം, ആളുകളുടെ വരുമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ്, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കടപ്പത്രത്തിന് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഷെയറിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഷെയറൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ, ഒരു പലിശ കിട്ടുമല്ലോ നമുക്ക്, അതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതുപോലെ ബോണസ്, അപ്പോൾ ഇത്തരത്തിലുള്ള വേജ്, ബോണസ്, ഡിവിഡൻഡ് ഇതൊക്കെ ഒരു ഫ്രീസ് ചെയ്യാം. അതായത് ഇതൊന്നും ഇനി വർദ്ധിക്കാൻ പാടില്ല എന്നുള്ളൊരു നയം നമ്മുടെ ഗവൺമെൻറ് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ വേജ് ഇനി കൂടില്ല, കൂലി ഇനി കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, സാധനങ്ങളുടെ സേവനങ്ങളുടെ പ്രൈസും കൂടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. However, such a dramatic action can only be used for a limited time, be it likely to upset both industrialists and workers. എന്നിരുന്നാൽ നമുക്ക് എത്ര കാലത്തേക്ക് ഇനി കൂലി കൂട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ലാഭം വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് ഒരുപാട് കാലം ഗവൺമെൻറ്റിന് പറയാൻ പറ്റൂല അല്ലേ. ഇത് ആർക്കൊക്കെ ദോഷകരാണ്, വർക്കേഴ്സിനും ദോഷകരായിരിക്കും, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും, കമ്പനിയുടെ ഉടമകൾക്കും ഉൽപ്പാദകർക്കും ഒരുപോലെ എന്ത് ചെയ്യാണ്, വ്യാവസായിക പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്ന ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ആ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരുപോലെ ദോഷകരമാണ് നമ്മൾ ഈ വേജും പ്രോഫിറ്റൊക്കെ ഫ്രീസ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ. Therefore, it is preferable to link compensation increases to productivity gains. അതുകൊണ്ട് തന്നെ നല്ലത് എപ്പോഴും എന്താണ്, ആളുകളുടെ ഈ തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, ഉൽപ്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൂലി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഒന്നും കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് കൂലി കൂട്ടി കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങളുടെ സേവനങ്ങളുടെ വില കൂടുക എന്നുള്ളതാണ് ഇതിന് ഉള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. This will have two results. ഇങ്ങനെ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച്, തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത കൂടുന്നതിനനുസരിച്ച് അവർക്ക് വേജ് കൂട്ടി കൊടുക്കുക, അതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുക എന്നുള്ളതിന് രണ്ട് റിസൾട്ടാണുള്ളത്. ഇറ്റ് വിൽ ലിമിറ്റ് സാലറീസ് ആൻഡ് വേജസ്. ആളുകളുടെയും വർക്കേഴ്സിൻ്റെയൊക്കെ സാലറീസ് അല്ലേ, അവർക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ കൂലിയൊക്കെ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു. വൈൽ ഓൾസോ ബൂസ്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി. മാത്രമല്ല അതെന്തിന് കാരണമാവുന്നു, ആളുകൾ കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടി ഒന്നും കൂടി നന്നായിട്ട് സ്കിൽഫുൾ ആയിട്ട് അല്ലേ, ഒന്നും കൂടി പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. വിച്ച് വിൽ ഇംപ്രൂവ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എക്കോണമി. അങ്ങനെ ആളുകൾ കൂടുതൽ കൂലി ലഭിക്കാൻ വേണ്ടി അവർ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതെന്തിന് കാരണമാവുന്നു, നമ്മുടെ രാജ്യത്തെ സാധനങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ ഔട്ട്പുട്ടും പ്രൊഡക്ഷനൊക്കെ കൂടുന്നതിന് കാരണമാവുന്നു. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ ലഭ്യമാണെന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാനും സാധിക്കുന്നു. The impacts of inflation are not evenly distributed across the economy. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്, ഇൻഫ്ലേഷൻ്റെ ആഘാതം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും ഒരുപോലെ അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഒരു സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെയും ഒരുപോലെയല്ല എന്ത് സ്വാധീനിക്കുക, ഇൻഫ്ലേഷൻ സ്വാധീനിക്കുന്നത്. നമ്മൾ ഇത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ പറഞ്ഞതാണ് അല്ലേ. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനെയും എംപ്ലോയീസിനെയൊക്കെ ഓരോ തരത്തിലാണ് ബാധിക്കുക അല്ലേ ഇൻഫ്ലേഷൻ. ഓക്കെ, unexpected or unanticipated inflation rates are bad for the economy. മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന, പെട്ടെന്ന് വരുന്ന, അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്താണ്, ദോഷകരമാണ്. ബട്ട് എ മോഡസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ബെനഫിഷ്യൽ. പക്ഷേ മോഡസ്റ്റ് ഇൻഫ്ലേഷൻ അല്ലേ, ഒരു കുറച്ച് ഇൻഫ്ലേഷൻ, നമ്മൾ പറഞ്ഞു ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ 2%, 3% ഇൻഫ്ലേഷനൊക്കെ നമ്മുടെ രാജ്യത്തിന് എന്താണ്, ബെനഫിഷ്യലാണ്. കുറച്ച് പ്രൈസ് റൈസ് ഉണ്ടായാലേ തൊഴിലാളികൾക്ക് അതിനനുസരിച്ച് കൂലി കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുകയൊക്കെ ഉള്ളൂ. അപ്പോൾ 2%, 3% ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യില്ല, ദോഷകരമായിട്ട് ബാധിക്കുകയില്ല.
ഇറ്റ് ഗീവ്സ് ദ എക്കോണമി ഫ്രഷ് ജോബ് ആൻഡ് എക്സ്പാൻഷൻ ചാൻസസ് അല്ലേ. അങ്ങനെ കുറച്ച് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എക്സ്പാൻഷൻ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിനും വളർച്ചയ്ക്കും ഒക്കെയാണ് കാരണമാകുന്നത്. കൂടാതെ തൊഴിലവസരങ്ങളും ഫ്രഷ് ജോബ്സ് ഒക്കെ ഉണ്ടാകുന്നു. It is evident from many monetary, fiscal, price control and rationing other measures covered above that. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ മെഷേഴ്സ്, മോണിറ്ററി മെഷേഴ്സ്, പ്രൈസ് കൺട്രോള്, റേഷനിങ്, ഇത് കൂടാതെയുള്ള അതർ മെഷേഴ്സ്, ഇതെന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഗവൺമെൻറ് ഷുഡ് ഇംപ്ലിമെൻറ്റ് all of them at once in order to manage inflation. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു അല്ലേ. അതായത് മോണിറ്ററി പോളിസി മാത്രമേ നടപ്പിലാക്കുള്ളൂ, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി മാത്രമേ നടപ്പിലാക്കുള്ളൂ, അല്ലെങ്കിൽ പ്രൈസ് കൺട്രോൾ മാത്രമേ നടപ്പിലാക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സ്ചറാണ് നമുക്ക് എന്ത് വേണ്ടത്? ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ വേണ്ടി, പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? സ്വീകരിക്കേണ്ടി വരുന്നു. ഈ പോളിസീസ്, ഈ മെഷേഴ്സ് എല്ലാം നമ്മൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു എന്ത്? കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലേ. എന്താണ് ഇൻഫ്ലേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. നമ്മൾ ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം, നമുക്കൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? എന്താണ് പണപ്പെരുപ്പം? ഇൻഫ്ലേഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റൈസ് ഇൻ ദ പ്രൈസ് ലെവൽ ഓർ ടൈം. സമയം കഴിയുന്തോറും സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷനിലെ 2 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കോസസ്, കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ പറഞ്ഞു, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ പറഞ്ഞു, അതുപോലെ സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ പറഞ്ഞു, ഹാങ് ഓവർ ഇൻഫ്ലേഷൻ പറഞ്ഞു അല്ലേ. 4 ടൈപ്പ് നമ്മൾ അങ്ങനെ പഠിച്ചു. ഡിമാൻഡ് പുൾ പറഞ്ഞാൽ സപ്ലൈയേക്കാൾ, സാധനങ്ങളുടെ സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പണപ്പെരുപ്പം. കോസ്റ്റ് പുഷ് പറഞ്ഞാൽ തൊഴിലാളികൾ കൂടുതൽ കൂലി ആവശ്യപ്പെടുന്നത് കൊണ്ടും അല്ലെങ്കിൽ ചെലവ് കൂടുന്നത്, പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ് ആണ് എന്ത് പറയുന്നത്? ഹാങ് ഓവർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഇൻഫ്ലേഷൻ. സ്ട്രക്ചറൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഗവൺമെൻറ് കൂടുതലായിട്ട് കറൻസി പ്രിൻറ്റ് ചെയ്യുന്നത് കൊണ്ടും അഗ്രികൾച്ചറൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ്. അപ്പോൾ ആ 4 ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്നായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് അല്ലേ. തീവ്രതയുടെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ, ഇഴയുന്നത് അല്ലേ, റണ്ണിങ് ഇൻഫ്ലേഷൻ, വാക്കിംഗ് ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ, ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ, ഇങ്ങനെ 5 തരത്തിലുള്ള ഇൻഫ്ലേഷൻ നമ്മൾ മാഗ്നിറ്റ്യൂഡിൻ്റെ അല്ലെങ്കിൽ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് അല്ലേ. ഇൻഫ്ലേഷൻ നമ്മുടെ സമൂഹത്തിൽ എന്ത് ആഘാതമാണ് സൃഷ്ടിക്കുന്നത്? അത് നമ്മൾ പല ആളുകളെയും, സമൂഹത്തിലുള്ള പല ആളുകളെയും പലതരത്തിലാണ് ഇൻഫ്ലേഷൻ ബാധിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്രെഡിറ്റേഴ്സിനെ ഒരു തരത്തിലാണ്, ഡെപ്റ്റേഴ്സിന് ഒരു തരത്തിലാണ്. ക്രെഡിറ്റേഴ്സിന് എന്താണ്? നഷ്ടമാണ് അല്ലേ. കടം വാങ്ങുന്ന ഡെപ്റ്റേഴ്സിനാണ് ലാഭം, പ്രൊഡ്യൂസേഴ്സിന് എന്താണ്? ലാഭമാണ്. എന്നാൽ എംപ്ലോയീസിന് നഷ്ടമാണ്, ഫിക്സ്ഡ് വരുമാനമുള്ളവർക്ക് നഷ്ടമാണ് ഒക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മെഷേഴ്സ് ടു റെഗുലേറ്റ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് എന്താണ്? ദോഷകരമായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇങ്ങനെ നിയന്ത്രിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ പോളിസീസ് ഈടാക്കുന്നു? സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി, ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ പോളിസി, പിന്നെ പ്രൈസ് കൺട്രോളിങ് മെഷേഴ്സ്, റേഷനിങ്, അതുപോലെ അതർ മെഷേഴ്സും അല്ലേ. പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള മറ്റ് മെഷേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ തേർഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സി യു ദെൻ, ബൈ.